ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും. ശിവഗിരിയിലെ തീർത്ഥാടന മഹാസമ്മേളനം രാവിലെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാനത്തും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ലൈഫ് പദ്ധതിയിലൂടെ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. വാർത്തകൾ വിശദമായി. സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ നിർദ്ദേശം നൽകി. കർഷകർ, യുവാക്കൾ, വനിതകൾ, പാവപ്പെട്ടവർ എന്നിവരുടെ സാമ്പത്തിക ഉന്നമനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ പാവപ്പെട്ടവർക്കായി 12 ലക്ഷത്തിലേറെ ശുചിമുറികൾ നിർമ്മിച്ചു നൽകി. ജൻധൻ യോജന, ഗരീബ് കല്യാൺ അന്ന യോജന, പിഎം ആയുഷ്മാൻ യോജന എന്നിവയടക്കം പദ്ധതികൾ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിൽ ഗവൺമെന്റ് പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തൃശൂർ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭഗവന്ത് ഖൂബ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ പര്യടനം ഇന്നലെ പൂർത്തിയായി. ഒഞ്ചിയത്ത് പൊതുസമ്മേളനം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച തോടന്നൂർ ബ്ലോക്കിലാണ് തൃശൂർ ജില്ലയിലെ പര്യടനം ആരംഭിക്കുന്നത്. രാവിലെ 10:30-ക്ക് ആയഞ്ചേരി പഞ്ചായത്തിലും ഉച്ചയ്ക്ക് 2:30-ന് കോഴിക്കോട് ജില്ലയിലെ വില്യാപ്പള്ളി പഞ്ചായത്തിലും യാത്രയുടെ ഭാഗമായി പൊതുസമ്മേളനം നടക്കും. സംരംഭങ്ങൾ ആരംഭിക്കാനും വിപുലീകരിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഏറെ സഹായകമാണ് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി അഥവാ പിഎംഇജിപി. 35% വരെ സബ്സിഡിയോടെയാണ് പദ്ധതിയിൽ വായ്പ നൽകുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇരിട്ടി പുന്നാടുള്ള ജയബിന്ദു 5 കറവപ്പശുക്കളുടെ ഉടമയാണ്. പിഎംഇജിപി പദ്ധതിയിലൂടെ 4 ലക്ഷം രൂപ വായ്പയെടുത്ത് ഇന്ന് അവർ കറവയന്ത്രം, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയവയെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞു. പുലർച്ചെ 4 മണിക്ക് ആരംഭിക്കുന്ന അവരുടെ ജോലി അവസാനിക്കുന്നത് സ്വന്തം സ്കൂട്ടറിൽ 60 ലിറ്ററിലേറെ പാൽ പ്രദേശത്തെ വീടുകളിൽ എത്തിച്ചതിനു ശേഷമാണ്. അധ്വാനിക്കാനുള്ള മനസ്സും ജീവിത വിജയം നേടണമെന്ന വാശിയുമുള്ള ഏതൊരാൾക്കും പിഎംഇജിപി സഹായകരമാണെന്ന് ജയബിന്ദു പറയുന്നു. എനിക്ക് പിഎംഇജിപി പദ്ധതി പ്രകാരം യൂണിയൻ ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ ലോൺ കിട്ടി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സന്തുഷ്ടയാണ്. കാരണം ഞാനിപ്പോ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആക്കി, കറവ മെഷീൻ വാങ്ങി, പിന്നെ തൊഴുത്ത് കഴുകാനും പശുവിനെ കഴുകാനും എല്ലാം കൂടി ഒരു മെഷീനും കൂടി ഇപ്പൊ വാങ്ങി. തിരിച്ചടവ് 8,000 ചില്ലറയാണെന്ന് തോന്നും പറഞ്ഞത്. പക്ഷെ ഞാൻ 10,000 വെച്ചിട്ടാണ് അടക്കുന്നത്. 1 വർഷത്തിലധികമായി അടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാത്രി 8-ന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ശിവഗിരിയിലെ തീർത്ഥാടന മഹാസമ്മേളനം രാവിലെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ 91ാം തീർത്ഥാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് ഉണ്ടാവുക. നാളെയാണ് സമാപന സമ്മേളനം. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാനത്തും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലും പുതുവർഷാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സംസ്ഥാനത്ത് പ്രമുഖ നഗരങ്ങളിലെല്ലാം പോലീസ് ഗതാഗത നിയന്ത്രണവും കർശന നിരീക്ഷണവും ഏർപ്പെടുത്തി. ഡെസ്ക് റിപ്പോർട്ട്. കോഴിക്കോട്ട് ഇന്ന് നഗരത്തിലേക്ക് ചരക്കുവാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഒരാൾ മാത്രമായി സഞ്ചരിക്കുന്ന കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾക്കും പ്രവേശന നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇത്തരം വാഹനങ്ങൾ നഗരപരിധിക്ക് പുറത്ത് പാർക്ക് ചെയ്യേണ്ടതാണ്. വൈകിട്ട് 3-ന് ശേഷം ബീച്ച് ഭാഗത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. സൌത്ത് ബീച്ച് അടക്കം സ്ഥലങ്ങളിൽ ഒരു വാഹനത്തിനും പാർക്കിംഗ് അനുവദിക്കില്ല. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതും പിഴ ഈടാക്കുന്നതുമാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പയ്യാമ്പലം ബീച്ച്, അഴീക്കോട് ചാൽ ബീച്ച്, മുഴപ്പില
പരങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ബീച്ചിലും മാരാരിക്കുളം, അർത്തുങ്കൽ, പൂച്ചാക്കൽ എന്നിവിടങ്ങളിലും പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ബീച്ച് റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഫോമാറ്റിംഗ്സിന് സമീപത്തെ അടിപ്പാതയിലൂടെ അടിയന്തര ഗതാഗതം മാത്രമേ ഉണ്ടാവൂ. മാരാരിക്കുളം ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ദേശീയപാതയിൽ കളിത്തട്ട് ജംഗ്ഷനിൽ നിന്നും മാരാരിക്കുളം ബീച്ചിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്തി. പുതുവർഷത്തെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞി ഒരുങ്ങി. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ അർദ്ധരാത്രിയോടെ പപ്പാഞ്ഞിയെ തീ കൊളുത്തി പുതുവർഷത്തെ വരവേൽക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കെത്തും. പപ്പാഞ്ഞിയുടെ ചട്ടക്കൂടിന് 1800 കിലോ ഭാരവും 80 അടിയോളം ഉയരവുമുണ്ട്. പപ്പാഞ്ഞിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിറച്ച വൈക്കോലിനാണ് തീ കൊളുത്തുന്നത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ആഘോഷങ്ങൾ. പുതുവർഷാഘോഷങ്ങളോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഹെലി ടൂറിസം പദ്ധതിക്ക് കൊച്ചി വിമാനത്താവളത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുടക്കം കുറിച്ചു. വിമാനത്താവളത്തിലെ ചടങ്ങിൽ ഹെലി ടൂറിസത്തിന്റെ ആദ്യ 4 യാത്രക്കാർക്ക് മന്ത്രി ടിക്കറ്റ് കൈമാറി. പുതുവർഷത്തെ വരവേൽക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ ദീപാലങ്കാരവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ബോഡിമെട്ട് റോഡും ചെറുതോണി പാലവും ജനുവരി 5-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. ഡീൻ കുര്യാക്കോസ് എംപി അറിയിച്ചതാണിത്. വൈകിട്ടോടെ മൂന്നാർ ടാറ്റ ഗ്രൌണ്ടിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത ഉദ്യോഗസ്ഥരും പ്രമുഖരും പങ്കെടുക്കും. ലൈഫ് പദ്ധതിയിലൂടെ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഇതുവരെ 3,64,808 വീടുകൾ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയതായി അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ നാറാത്ത് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച 118 വീടുകളുടെ താക്കോൽ കൈമാറി സംസാരിക്കുകയായിരുന്നു രാജേഷ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പാൻ ഫണ്ട് ലഭിക്കാൻ മാലിന്യമുക്ത പദ്ധതികൾ പൂർത്തിയാക്കണം എന്ന മാനദണ്ഡം ഏർപ്പെടുത്തുന്നത് ആലോചനയിലാണെന്ന് മന്ത്രി തളിപ്പറമ്പിൽ മാലിന്യമുക്ത നവകേരളം സെമിനാർ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നത് ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളികളാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ആലപ്പുഴ നീരേറ്റുപുറത്ത് KC മാമനമാപ്പിള ട്രോഫി പമ്പ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരണം ചുണ്ടനാണ് ജലോത്സവത്തിൽ 1ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 2ാം സ്ഥാനം നേടി. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഗോകുലം കേരള FC മറുപടിയില്ലാത്ത 8 ഗോളിന് FC കേരളയെ തോൽപ്പിച്ചു. ലിറ്റിൽ ഫ്ലവർ FA കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് ആദ്യ മത്സരത്തിൽ വൈകിട്ട് 4-ന് MK സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോൾഡൻ ത്രെഡ്സുമായും 7 മണിക്ക് കോവളം FC KSCBയുമായും ഏറ്റുമുട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യ 3 റൺസിന് പരാജയപ്പെട്ടു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യക്ക് നഷ്ടമായി. കോഴിക്കോട്ടെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിലാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. റോഡ് വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തൃശൂരിൽ ജനുവരി 3-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 10,000 പേരെ പങ്കെടുപ്പിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ അറിയിച്ചു. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യത്തോടെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 6 ജില്ലകളിൽ നിന്നായി 2 ലക്ഷത്തോളം വനിതകളെ പങ്കെടുപ്പിക്കാൻ മഹിളാമോർച്ച കോഴിക്കോട്ട് നടത്തിയ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് സമഗ്ര സംഭാവനയ്ക്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് കൊച്ചി FM നിലയത്തിന് ലഭിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാറിൽ നിന്ന് നിലയത്തിലെ പ്രോഗ്രാം മേധാവി P ബാലനാരായണൻ അവാർഡ് ഏറ്റുവാങ്ങി. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KSK ആലപ്പാട് അനുസ്മരണം ഇന്ന് തൃശൂരിൽ നടത്തും. രാവിലെ 10-ന് തൃശൂർ സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിലാണ് അനുസ്മരണ ചടങ്ങ്. മലബാർ മിൽമ ക്ഷീരകർഷകർക്ക് 3 കോടി രൂപ പുതുവത്സര സമ്മാനമായി നൽകും. 2,25 ലക്ഷം രൂപ അധിക പാൽവിലയായും 75 ലക്ഷം രൂപ സബ്സിഡിയായും നൽകാനാണ് മേഖലാ യൂണിയൻ ഭരണസമിതി യോഗം തീരുമാനിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ ജനറൽ ബോഡിയും പൊതുയോഗവും ഇന്ന് പാലക്കാട് NG യൂണിയൻ ഹാളിൽ മലമ്പുഴ MLA A പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്യും. മണ്ണുത്തി ദേശീയപാതയിലെ കുതിരാനിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. കോട്ടയം സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെയായിരുന്നു അപകടം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി 8 മുതൽ നാളെ പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. പെട്രോൾ പമ്പുകൾക്ക് നേരെയുണ്ടാകുന്ന ഗുണ്ടാ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. പ്രധാന വാർത്തകൾ വീണ്ടും. സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയുടെ ഗുണഫലങ്ങൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും. ശിവഗിരിയിലെ തീർത്ഥാടന മഹാസമ്മേളനം രാവിലെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാനത്തും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ.